ഇനി നമ്മൾ ചെല്ലുന്നത് അരവഞ്ചലിലെ ആദ്യകാല കർഷകനും വ്യാപാരിയുമായ ശ്രീ അബൂബക്കർ ഹാജിയുടെ മകനായ ഇല്ലിക്കൽ അൻവർ ഹാജിയുടെ കൃഷിത്തോപ്പിലേക്കാണ്. കാർഷിക മേഖലയിൽ അദ്ദേഹത്തിനുള്ള അറിവും അനുഭവവും ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. വളരെ വിലപിടിപ്പുള്ള വിദേശീനം തൈകളടക്കം തന്റെ പറമ്പിൽ നട്ടുവളർത്തി പരിപാലിക്കുന്ന അദ്ദേഹത്തിന്റെ കൃഷിയിടത്തിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. ഇതാണ് ബുഷ് ഓറഞ്ച്. ഇത് ചെറുനാരങ്ങയുടെ വലിപ്പം വരും. കായുണ്ട്, ചെറുതാണ്, കാണൂല. അപ്പോൾ നീലാമരി, ഇത് പെണ്ണുങ്ങൾക്ക് മുടി വളരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. നീലാമരി മരുന്നാണ്. മുക്കുറ്റി, അത് മുക്കുറ്റി. ശതാവരി, അപ്പുറം വാദംകൊല്ലി. അതിൽ ജംബോ എന്ന് പറയും. ഇത് ഞാവലിൻ്റെ തന്നെ പഴം, കുറച്ച് വലിപ്പമുള്ള പഴമാണ്. ചവർപ്പാണ്. ഇത് പന്നീർ ചാമ്പാന്ന് പറയും. ഇതിൻ്റെ പഴം എന്ന് വെച്ചാൽ ഭയങ്കര സ്മെല്ലാണ്. പന്നീരിൻ്റെ സ്മെൽ. അത്തിപ്പഴം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലത്തിയാണ്. നാട്ടിലത്തി പറഞ്ഞാൽ ഇത് പരാഗണം ചെയ്യാൻ ജീവി അതിൻ്റെ ഇത് നമ്മുടെ നാട്ടിലില്ല. അതുകൊണ്ട് ഇത് പഴുക്കൂല. ലൂവിക്ക, ലൗലോലിക്ക എന്നെല്ലാം പറയുന്നതാണ്. അത് ചതുരനെല്ലി എന്താ പറയേണ്ടത്, ഇപ്പം ഇത് മുള്ളൻ ചക്ക, ബ്രാണ്ടൻ ചക്ക എന്നൊക്കെ പറയുന്ന സാധനമാണ്. അത് നമ്മൾ കറിയായിട്ട് ഉപയോഗിക്കാറാണ്. ഫ്ലവറാണ്. ഇത് സീഡ്ലെസ് ലെമൺ. നമ്മൾ ഉപ്പ ഇടുന്നറിയില്ല. പണ്ട് ഉപ്പ ഇടുന്ന വിത്ത് കമ്പൗണ്ട് നട്ടുണ്ടാക്കിയതാണ്. ഇപ്പം ഞാൻ അത് ഒരുപാട് തയ്യാക്കിയിട്ടുണ്ട്. ഇത് കറിവേപ്പാണ്. കറിവേപ്പിൻ്റെ ഒരു 6-7 വെറൈറ്റി എന്തൊക്കെ ഉണ്ട്. ഇതൊരു തണ്ടി ചെറിയ ചോപ്പുള്ള വെറൈറ്റിയാണ്. നല്ല സ്മെല്ല് കൂടുതലായി. അതായത് ഇവിടെ ബ്ലാക്ക് ചക്ക, ആത്തച്ചക്ക എന്നൊക്കെ പറയുന്നത്. ആനക്കരിയാമ്പ് എന്നാണ് പറയല്. ഇനി എല്ലാ വലിപ്പവും കൂടുതലുണ്ടാവും. നമ്മുടെ കടയിൽ നിന്ന് ഫ്ലവറേറ്റുണ്ടാ ജാതിക്ക. ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ആർക്കും പറയേണ്ട ആവശ്യമില്ല. ഈ കറിക്ക് നാട്ടിലെല്ലായിടത്തും ഉള്ളതാണ്. ഇത് ഓർണമെന്റിന്റെ മുട്ടച്ചക്കയാണ്. ഓർണമെന്റിലാണ്. 30 വെറൈറ്റി എന്തൊക്കെ ഉണ്ട്. ഇത് ജമൈക്കൻ സ്റ്റാർ ആപ്പിൾ എന്നാണ് പറയുക. ആപ്പിളിൻ്റെ ഷേപ്പ് തന്നെയാണ്. കണ്ടാൽ ഗ്രീൻ ആപ്പിൾ പോലെ ഉണ്ടാവും. ഇത് സർവ്വസുഗന്ധി. സർവ്വസുഗന്ധി വെച്ചാൽ കറിയിൽ എല്ലാ മസാലയും ഈ ഒറ്റയിലിട്ടാൽ മതി. ഇനി ബിരിയാണി വെക്കുമ്പോൾ ലക്കോട്ട ആപ്പിൾ എന്ന് പറയും. ഇത് തണുപ്പുള്ള സ്ഥലത്ത് ഉണ്ടാകുന്നതാണ്. ഇത് ചായത്തിൻ്റെ ചെടി ഇതാണ്. ഞാൻ കണ്ടിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഇത് കെപ്പൽ ആപ്പിൾ. അതായത് ഇത് മലേഷ്യയിലെ രാജാക്കന്മാർ മാത്രം ഉപയോഗിച്ച സാധനമാണ്. ഇതിൻ്റെ തൈക്ക് നേരത്തെ ചെറിയ തൈക്ക് തന്നെ 1 ലക്ഷം രൂപയോളം വില ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇല്ല. ഇപ്പോൾ എല്ലാം നാട്ടിൽ അതാണ് നമ്മളെ ഇന്ത്യൻ പിസ്ത അഥവാ മലബാർ ചെസ്റ്റ്നട്ട് പറയുന്ന സാധനം. ഇത് മൂട്ടിപ്പഴം എന്ന് പറയുക. മൂട്ടിപ്പഴം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മൂട്ടിലാണ് കായ പിടിക്കുക. ഇതിൻ്റെ മരത്തിൻ്റെ മൂട്ടാണ്. ബറാബ പറഞ്ഞാൽ ഇത് മെക്സിക്കൻ ഫ്രൂട്ടാണ്. അമേരിക്കൻ്റെ പഴമാണ്. ഇത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞളുടെ ഇഷ്ടംപോലെ ഉണ്ട്. ഇതിലൊക്കെ കോകം ഫ്രൂട്ട്. ഇത് കർണാടകയിലെ ഫോറസ്റ്റിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന സാധനമാണ്. ഇത് കിളിഞ്ഞാവൽ. ഇത് പക്ഷി കാർഷിക്കാൻ വേണ്ടി നടന്ന സാധനമാണ്. സ്റ്റാർ ഫ്രൂട്ട് എന്നതിൻ്റെ പേര്. പിന്നെ മധുരമുള്ള പഴമാണ്. രമ്പ ബിരിയാണി കഴിക്കുന്ന സാധനം. ഇത് കറിയിലോ അല്ലെങ്കിൽ നെയ്ച്ചോറിലും ഒക്കെ മുട്ട കഴിഞ്ഞാൽ ഭയങ്കര സ്മെല്ല് ആയിരിക്കും. ഇത് തായ്ലൻഡ് ആപ്പിൾ ചാമ്പ. ഇത് ഗ്രീൻ കളറാണ്. ഇതിൻ്റെ ഗ്രീൻ മാത്രമല്ല, ഇതിൻ്റെ പിങ്ക്, റെഡ്, വൈറ്റ് ഈ കളർ വേറെ അപ്പുറം ഇവിടെ ഉണ്ട്. ഇത് റംബുട്ടാൻ്റെ 4 വെറൈറ്റി എന്തൊക്കെയുണ്ട്.